അടുത്ത തവണ ആകട്ടെ. ഈ തണുപ്പത്ത് ഫ്രീ ആയിട്ട് നല്ല ഭക്ഷണം കിട്ടുന്നില്ല. ഓസിന് എന്തുണ്ടെന്ന് നോക്കിയില്ല അല്ല മത്തായി ചേട്ടാ. എന്നെ മത്തായി ചേട്ടാ ആ കണക്കെടുത്ത് എന്നിട്ട് ആ ഹീറ്റൊക്കെ എന്തൊരു തണുപ്പാ. വേണ്ട, അതിനുവേണ്ടി 1 രൂപ പോലും കളയാൻ എന്റെ കയ്യിലില്ല. എനിക്ക് നടക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള പഴങ്ങൾ എല്ലാം കൂടെ കുഞ്ഞേക്ക് വെച്ചിരിക്കുകയാണ്. ഓ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ ഒന്നും പറഞ്ഞില്ലേ. അത് ഇത് പറഞ്ഞ സമയം കളയാതെ നമ്മുടെ വരുമാനമൊക്കെ ഒന്ന് കൂട്ടാൻ നോക്കുക. റെന്റ് തരാത്തവരും മെയിൻ്റനൻസും അതൊക്കെ ഒന്ന് നോക്കണോ. ഒന്ന് പിഴിയാനുള്ള വഴി നോക്കണോ. പിഴിയാൻ എന്നൊരു കാര്യം, ഓരോ ശ്വാസം എടുക്കുന്നതിനും ചാർജ് ചെയ്യും. ഓരോ ശ്വാസത്തിനും ഓരോ എങ്ങനെയുണ്ടായിരിക്കും. തമാശക്കാരൻ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ തിരക്കിയാൽ എന്തൊക്കെയോ ഉണ്ട്. But seriously, every penny counts. മത്തായി ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നു. കൂടാതെ നാളെ ചെയ്താൽ പോലെ എന്നാ താൻ പോയിക്കൊണ്ട് ഉറങ്ങ. ലാഭം മാത്രമേ സ്വപ്നം കാണാവൂ. ഈ മത്തായി ചേട്ടനെ പറ്റി ഞാൻ എന്താ പറയുന്നത്? ഈ മത്തായി ചേട്ടനോട് ആയക്കൂടെ ഈ ലോകത്ത് സ്നേഹമുള്ളത് എനിക്ക് മാത്രമാണ്. അത് എനിക്ക് ഇഷ്ടമുണ്ടായില്ല. പക്ഷേ ഗതികേടെന്ന് പറഞ്ഞാൽ പണ്ട് കപ്പൽ കയറി വന്നു, ഇപ്പോഴും ഒന്നുമില്ല. ഗ്രീൻ കാർഡില്ല, ഒന്നുമില്ല. അതുകൊണ്ട് മാത്രം ഈ മത്തായി ചേട്ടൻ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മത്തായി ചേട്ടൻ എന്നെയും കൂടെ നിർത്തിയിരിക്കുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഈ മത്തായി ചേട്ടനുണ്ടല്ലോ, പിശുക്കിന്റെ കാര്യത്തിൽ PhD ഉണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞത്, അവിടെ പോയി PhD എടുത്തിട്ടുണ്ട് മത്തായി ചേട്ടൻ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾ തന്നെ കേട്ടിട്ട് പറയാം. നിങ്ങളിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കരണ്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ വീട് വെച്ചിരിക്കുന്നത് കണ്ടോ, അതാണ് സ്വഭാവം. കരണ്ട് ഓണാക്കാം. ഞാൻ തുടക്കത്തിലെ കയറി വന്ന് ഈ കഥ പറയുന്നതിന് മുമ്പേ തട്ടി തറഞ്ഞു വീണ പാത്രത്തിന് അത് എന്നെ തട്ടിയിടാൻ മനഃപൂർവ്വം വെക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതെ. പക്ഷേ ഞാൻ തട്ടി. പിന്നെ ആ ഉടുത്തിരിക്കുന്ന തുണിയാണ്, അത് മത്തായി ചേട്ടനെക്കാളും പ്രായമുള്ളത്. അതിന്റെ ഒറിജിനൽ നൂലുകളെല്ലാം പോയിരിക്കും. തുന്നി 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 അത് വെച്ചിരിക്കും. പിന്നെ എന്റെ ഈ വേഷങ്ങൾ ഇത് എന്നെ കൊണ്ട് വർഷത്തിൽ ഒരിക്കലും മാത്രമേ മാറ്റി. എന്തുകൊണ്ടാണ്? മത്തായി ചേട്ടൻ അത് ഇട്ടിരിക്കുന്നതാണ്. എനിക്കിനി ഒരു 6 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് മാറ്റാൻ. കാരണം എന്താ? പുതുവർഷം വരിക. അതുകൊണ്ട് മത്തായി ചേട്ടൻ എനിക്കൊന്നും തരത്തില്ല കേട്ടോ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, നല്ല ഗുണ്ടായിട്ടിരിക്കുന്നതാണോ? കഴിച്ചിട്ടൊന്നുമല്ല, ഒന്നും കഴിക്കത്തില്ല. അതെല്ലാം കൂടി പഴയ തുണി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന തണുപ്പ്. ആ എളിമയാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ, ആ മേശപ്പുറത്തിരിക്കുന്ന പൈസ മുഴുവൻ എല്ലാ ദിവസവും മിനിമം ഒരു 5 തവണ ഉണ്ടാവും. എന്നെയും കൊണ്ട് വേണ്ടിക്കും. കണക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കണമല്ലോ. സമ്മതിക്കുന്നു, എന്നെ മര്യാദ ജീവിക്കാൻ സമ്മതിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ സാക്രമെന്റോ പള്ളിയിലുണ്ടല്ലോ, ആ മണിയടി കേൾക്കുമ്പോൾ ആകെപ്പാടൊരു വെപ്രാളാവും നമ്മുടെ ഈ മത്തായി ചേട്ടൻ. കാരണം എന്തോ സ്തോത്രാഴ്ചം ചെയ്യാൻ ഓർമ്മ വരുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മത്തായി ചേട്ടൻ. ഒരാൾക്ക് ഒരൊറ്റ സഹായം പോലും ചെയ്തില്ല. കാരണം എന്തോ അവര് പറയുന്നത് അല്ല, മത്തായി ചേട്ടൻ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്ത് വേറെ ഇഷ്ടംപോലെ കോടീശ്വരന്മാരുണ്ടല്ലോ. പോട്ടെ, അതിനെപ്പറ്റി ഞങ്ങളൊന്ന് വായിച്ചു. ഇവിടെ കോടിക്കണക്കിന് ആളുകളുണ്ട്. അവര് കൊടുത്തു കഴിഞ്ഞിട്ട് മത്തായി ചേട്ടൻ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഞാൻ എന്തോ ഇന്ന് പറയുന്നത്, ഇതാണ് മത്തായി ചേട്ടൻ. നിങ്ങൾക്ക്
ഇപ്പൊ പിശുക്കിന്റെ അടുത്ത് ഞാൻ PhD എടുത്തെന്ന് പറയുന്ന വിശ്വാസമായിരുന്നു അല്ലേ? ഇതാണ് മത്തായി ചേട്ടൻ. ഗുഡ് മോർണിംഗ് മത്തായി ചേട്ടാ. ചാക്കപ്പാ, സാക്രമെന്റോടെ ആൾക്കാരുടെ ആ ഗോൺസാലസ് ഈ മാസത്തെ വാടക കിട്ടില്ലല്ലോ. അവരെ എവിക്റ്റ് ചെയ്യാനുള്ള പരിപാടി. മത്തായി ചേട്ടാ, ക്രിസ്മസ് ഒക്കെ അല്ലേ, ആ പാവങ്ങളെ ഇറക്കി വിടണോ? നീ പറഞ്ഞതുപോലെ ശ്വാസത്തിന് പോലും കാശ് വാങ്ങിക്കേണ്ടതാണ്. നിന്നോട് പറയുന്നത് പോലെ ഞാൻ കേട്ടാ മതി. മത്തായി ചേട്ടാ, ആ ഗോൺസാലസ് ഒരു രോഗിയാണ്. അയാൾ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. പോരാത്തതിന് അവർക്ക് 2 കുട്ടികളും ഒരല്പം ദയ കാട്ടിക്കൂടെ? ക്രിസ്മസ് ഈസ് എ പെർഫെക്റ്റ് ടൈം ഫോർ എഡിക്ഷൻ. ആളുകൾ ഈ കേക്കും ലൈറ്റും ഒക്കെ കാണുമ്പോൾ റെന്റ് തരാൻ മറക്കും. എന്റേത് തിരിച്ചെടുക്കാൻ പറ്റിയ സമയം. ഇപ്പോൾ അവരെ ഇറക്കി വിട്ട അടുത്ത ആൾക്ക് റെന്റ് കൂട്ടി കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ പോകും? പെട്ടെന്ന് ഓടി ചെന്നാൽ വേറെ വീടൊന്നും കിട്ടില്ല. താനിതെന്തായി പറയുന്നത്? അതിനല്ലേ സാൻഡ്ര ഉള്ളത്. ഒരു ക്രിസ്മസ് ഫിഷായിട്ട് സാൻഡ്രയോട് പറയട്ടെ. പ്ലീസ് മത്തായി ചേട്ടാ, ഇന്ന് വരെ അവര് റെന്റ് പോലും മുടക്കിയിട്ടില്ല. നമുക്കൊരു പേയ്മെന്റ് കൂടാൻ വെച്ചാലും ഒരല്പം കരുണ goes a long way. താൻ ആര് ഇവിടുത്തെ വികാരി? ഇടവ് തനിക്കറിയാം. നനഞ്ഞിടം വിളിക്കുന്നതാ മനുഷ്യന്. ഒരിക്കൽ ചെയ്ത എന്നും ചെയ്യേണ്ടി വരും. താൻ പോയി നോട്ടീസ് ആരോഗ്യ ഗോൺസാലസിന് കൊടുക്കും. ആ ചാക്കപ്പനോട് വായിക്കടച്ച സമയം പോയി. ഒരു കരുണ പോലും എനിക്ക് കിട്ടാത്ത സാധനം ഞാനെങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? ഇതൊക്കെ അവരോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്റെ ഒരു കിടപ്പ് നോക്കി പാവം ഞാൻ ചക്ക വെട്ടിയിട്ടത് പോലെ അല്ലേ കിടക്കുന്നത്. എന്തൊരു നല്ല മനുഷ്യനാണ് ഞാൻ. എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നു. ഒന്ന് എഴുന്നേൽക്കണേ. ഒന്ന് എഴുന്നേൽക്കാൻ. ഒരു കാര്യം പറയാനുണ്ട്. നീ തന്നെയാണ് ഞാൻ. ഞാനാണോ നീ? അതെ, നിന്റെ ചെറുപ്പമാണ് ഞാൻ. പിന്നെ എന്തിനാ എന്നെ പേടിപ്പിച്ചേ? ഞാൻ എല്ലാം നിന്റെ ഇവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. ഒഴിപ്പിക്കലും വാടക കൂട്ടലും എല്ലാം കേട്ടു. ആകെ ഒരു അങ്കലാണ് അല്ലേ? ഇതെല്ലാം കേട്ടപ്പോൾ ഒന്ന് പതറി. ശരിയല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? ഇളം മണ്ട, നീ എന്തിനു ഞാൻ? എനിക്കെല്ലാം അറിയാം. നിന്റെ ഉള്ളിൽ നിന്നപ്പോ എനിക്കറിയാം. ഞാൻ വന്നത് നീ ശരിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഓ, അപ്പോൾ നീ എന്റെ സൈഡ് പറയാൻ വന്നതാണല്ലേ? ഞാനൊക്കെ പേടിച്ചു പോയി. ഇളം മണ്ട, നീ എന്തിനു ഞാൻ? നിന്റെ ഉള്ളിൽ ഒരു വിള്ളൽ വന്നു അല്ലേ? എനിക്ക് മനസ്സിലായി. ഒരല്പ അനുകമ്പ കടന്നുകൂടി. അത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ശരിയാ, ഞാനൊന്ന് പതറി. ഇനി അങ്ങനെ വരില്ല. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ദാരിദ്ര്യം?
പണ്ട് മൂക്കളെ ഏൽപ്പിച്ച് വഴിയിലൂടെ നടന്നു പോകുന്ന ഞാൻ ജീവിതം. ഉണ്ട്. ഒരുത്തിനും എന്നോട് ഒരു അനുകമ്പയും കാട്ടിയില്ല. ആട്ടി ഒഴിച്ചു, ഇരട്ടപ്പേരത്തിൽ കളിയാക്കി. നിന്റെ വിശപ്പ് നിനക്ക് ഓർമ്മയുണ്ടോ? ചക്കയും മാങ്ങയും എനിക്ക് വെറുപ്പാണ്. ഞാൻ അത് മാത്രമേ തിന്നിട്ടുള്ളൂ. മതി, എന്നെ അധികം വിഷമിപ്പിക്കണ്ട. ഇനി ആരോടും ഒരു അനുകമ്പയും കാട്ടാൻ ഞാൻ ആലോചിക്കുക പോലും ഇല്ല. പോരെ? മതി, അത് മതി. അങ്ങനെയെങ്കിൽ ഞാൻ പോകും. ഇതുപോലെ എന്തെങ്കിലും ചിന്ത വന്നാൽ ഞാൻ ഇനിയും വരും കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ. എന്തൊരു നല്ല ദിവസം. അനുകമ്പ പമ്പ കടന്നു. ഇവിടെ ചെലുത്താൻ എങ്ങാനും വന്നിരുന്നോ? താനെന്താണോ അങ്ങനെ പറഞ്ഞത്? ഇവിടെ എല്ലാം സൽഫറിന്റെ നാറ്റം. ഈ സാധാരണ ചെറുത്താന്മാർ വരുമ്പോഴാണല്ലോ സൽഫറിന്റെ നാറ്റം വരുന്നത്. ചെറുതാണ് ഒന്ന് പോടോ. ഒരു മാലാക വന്നിരുന്നു. അതൊക്കെ വിട്. എടോ, താൻ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ ഗോൺസാലസിനെ ഇറക്കി വിട്ടോ? സെയിൽസ്മാൻമാർ വലുതുമായിരിക്കും. ലോകത്ത് മസാലകളില്ല സെയിൽസ്മാൻമാർക്ക് അറിയാം ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. എന്നാലല്ല പൂച്ചയുമായിരിക്കും. അല്ല അല്ല കോഴിയായിരിക്കും. ഒന്ന് പോകാൻ പറ്റാനില്ല. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും. ഞാനത് പോയി നോക്കട്ടെ. മത്തായിച്ചേട്ടാ, ഒരു കൊച്ചു വന്നിരിക്കുന്നു. മത്തായിച്ചേട്ടനെ കണ്ടിട്ടേ പോകുന്നു. ഞാനില്ല എന്ന് പോയി പറ. ചോദിച്ച ചത്തുപോയെന്ന് പറഞ്ഞു. ഇതിനും ഭേദമാ. അല്ലെങ്കിൽ വന്നപ്പോ മുതലേ ഇവിടെ എല്ലാം ഒരു സൗഹൃദ മാറ്റം. ആ കൊച്ചു കണ്ടിട്ടേ പോകുള്ളൂ. ഞാൻ എന്തോ പറയണം, എന്തോ അത്യാവശ്യമാണ്. എന്നാൽ ഞാൻ എന്റെ ഒരു മിനിറ്റ് കൊടുക്കാം. അതിനുള്ളിൽ വന്ന് പറഞ്ഞു പോയിക്കോണം എന്ന് പറയണം. Good morning, Mathai uncle. Thank you for seeing me. പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകച്ചേ. Mathai uncle, I came here for a small donation. Every year we collect money during the Christmas time for the poor kids in the neighborhood. അതിന് നീ എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ ചാരിറ്റി എന്നൊക്കെ പറയുന്നത് is for weak people. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഓടോ. But uncle, anything will do. These are really poor kids. We're also accepting coins, books, toys, anything. എന്റെ മോളെ, ഈ കോയിൻ എന്ന് പറഞ്ഞ എന്റെ ബിസിനസിന്റെ ലൈഫ് ലൈനാണ്. Every penny counts. And if I give you those, I can count them. Could I? But this is Christmas, a season for giving and sharing. കുഞ്ഞെ, നീ എന്റെ സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്ക്. Let the parents take care of their children and their gifts. Some of them don't even have parents. Anything you can do will help, uncle. നോക്ക് മോളെ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. ഇല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും തകർന്നു പോകും. അതുകൊണ്ട് ഇവിടെ പറ്റിയൊന്നുമില്ല. ഓള് പോയി കേട്ടോ. Maybe you can ask Sandra for a donation. ചേട്ടാ, ആ പെൺകുട്ടി ഒഴിഞ്ഞ കൈകളോടുകൂടിയാണ് പോയത്. അവർ കൂടെ $1 പോലും ഇല്ലേ? അയ്യോ ചാക്കപ്പ, ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്കൊന്നും ബാക്കിയുണ്ടാവില്ല. ഇത് ക്രിസ്മസ് ആണ്. ഇത് കൊടുക്കുന്ന കാലം. എന്റെ ഒരു ചെറിയ സംഭാവന ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് നീ ശരിക്കും കരുതുന്നുണ്ടോ? നിങ്ങൾക്കത് ചെറുതായി പോകും, പക്ഷേ അവർക്കതെല്ലാമാകാം. ഇതെന്റെ വീട്, എന്റെ പണം, ഞാൻ തീരുമാനിക്കും. അപ്പം ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കരുതും എന്ന് പ്രതീക്ഷിക്കരുത്. ആ പാവം ഒരല്പം ദയല്ലേ ചോദിച്ചുള്ളൂ. ദയോ, ഓരോ വഴിപോക്കർക്കും വേണ്ടി ഞാൻ എന്റെ എല്ലാം എടുത്തു കൊടുക്കണമെന്നാണോ?
ഒരു ചെറിയ രേഖ. അത് നിന്നെ തകർത്തില്ല മത്തായിച്ചേട്ടാ, മറിച്ച് അത് നിങ്ങളെ മനുഷ്യനാക്കത്തേ ഉള്ളൂ. എന്നെ എന്താ വിളിച്ചത്? നീ എന്നോ? ചാക്കപ്പ, നീ വല്ലാതെ നാടകമാകുന്നു. എന്നെ പഠിപ്പിക്കാൻ വരല്ലേ? മതിയാക്ക. ഒരുപക്ഷെ നിങ്ങൾ അവരുടെ കണ്ണുകളിൽ കൂടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇന്നലെ ഇറക്കിവിട്ട ഗോൺസാലസിന്റെ മകളാണ് ഈ ക്ലാര. ആ കൊച്ചെന്നിട്ടും വന്നതേ അവർക്കും കുടുംബത്തിനും വേണ്ടിയല്ല, ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇല്ല, ഞാൻ ഇത്രയും കഠിനഹൃദയമുള്ള ഒരാൾക്ക് വേണ്ടി പണിയെടുക്കാൻ ഇനി എനിക്കാവില്ല. നിങ്ങളോടുണ്ടായിരുന്ന ഒരൊറ്റ സ്നേഹം, അത് ഇതോട് പുറത്തു. ചാക്കപ്പ, ചാക്കപ്പ. ചാക്കപ്പൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ കൊച്ചിനെ കണ്ണു നടന്നിരുന്നു. എനിക്ക് ആ വേദന മനസ്സിലാകും. ഓ പോട്ടെ, വേണ്ട. ഒന്ന് പണിയാൽ തീരാവുന്ന സിന്ധതിയെ എന്റെ മനസ്സിലുള്ളൂ. ഞാൻ നിന്റെ ഫ്യൂച്ചറാണ്. നിന്റെ ഭൂതകാലം വന്നു അല്ലേ? അവൻ നിന്റെ മനസ്സ് വീണ്ടും കടുപ്പിച്ചു അല്ലേ? ഞാൻ വന്ന് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനാണ്. ഫ്യൂച്ചർ വേണ്ടാത്തത് ഒന്ന് ഇറങ്ങി പോകുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ പോലീസിനും രക്ഷയില്ല മോനെ. ഞാൻ നിന്റെ ഭാര്യയാണ്. നീ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഭാര്യയാണ്. എന്താണ് വിശ്വാസം? നിന്റെ ചുറ്റുമൊന്നും നോക്കൂ. ഞാൻ എന്തിനാണ് ചുറ്റും നോക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം എന്താണ് എന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമം? ഒരു 10 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് ഇപ്പോൾ തന്നെ എന്റെ കയ്യിലുണ്ടല്ലോ. പക്ഷെ ഇതിനെല്ലാം നീ കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് നിനക്കറിയാം.